ോടെ സ്വീകരിക്കുവാനായിട്ട് ജോസഫിനെ പോലെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് അതിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. എന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തി പോരല്ലോ, ഹല്ലേലൂയാ എന്ന് രണ്ട് കരങ്ങളും ഉയർത്താമോ? സഹോദരങ്ങളുമോടെ വേദനകളും ഒത്തിരി മക്കളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. കണ്ണുകളച്ച് നമ്മുടെ സഹോദരങ്ങളെ ഓർക്കാം. അവർ നമ്മളെ വേദനിപ്പിച്ചത്, ദുഃഖിപ്പിച്ചത്, സങ്കടപ്പെടുത്തിയത്, നമുക്കെതിരായിട്ട് ഇന്ന സമയങ്ങളെ ഒക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അവരോട് ക്ഷമിക്കുവാനും അവർ തരുന്ന വേദനകൾ കർത്താവിൻ്റെ പീഡകളോട് ചേർത്ത് കാഴ്ചവെക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് ബൈബിൾ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സഹനപിതാവായ ജോബിനെ കുറിച്ചാണ്. അല്ലെ, ജോബിൻ്റെ ജീവിതം നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു ജീവിതമാണ്. അദ്ദേഹത്തെക്കുറിച്ച്, ജോബിനെ കുറിച്ച് ദൈവത്തിന് പോലും അഭിമാനമായിരുന്നു. ജോബ് സഹനങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ അറിവോടുകൂടിയായിരുന്നു. ദൈവം അനുവദിച്ചതായിരുന്നു ജോബിന് സഹനങ്ങൾ. ജോബിനെ കുറിച്ച് 4 വിശേഷണങ്ങളാണ് ദൈവം സാത്താനോട് പറയുന്നത്. അല്ലെ, ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രകാരമാണ്. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പൊ 4 വിശേഷണങ്ങളാണ് ജോബിന് ദൈവം കൊടുക്കുന്നത്. നമുക്ക് ഈ വിശേഷണങ്ങളൊക്കെ ദൈവം തരുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. സത്യസന്ധനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? ജോബിനെ പോലെ സത്യസന്ധനായിട്ട്, അല്ലെ? അതോ നമ്മൾ നുണ പറയുന്ന, കള്ളത്തരങ്ങൾ കാണിക്കുന്ന, കള്ളത്തരങ്ങൾ ചെയ്യുന്ന, പുഴ വാങ്ങുന്ന, അഴിമതി നടത്തുന്ന, കൈക്കൂലി വാങ്ങുന്ന അവരുടെ ഗണത്തിലാണോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക. സത്യസന്ധനാകുന്ന ഒരു പേരിന് എത്രമാത്രം അർഹത എനിക്കുണ്ട്? എൻ്റെ ജീവിതത്തിൽ സത്യസന്ധതയ്ക്ക് ഞാൻ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നിഷ്കളങ്കനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെ? 15-ാം സങ്കീർത്തനം നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ആരാണ് കർത്താവിൻ്റെ അങ്കണത്തിൽ കഴിയുന്നത്? കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കാനായിട്ട് യോഗ്യനായിട്ടുള്ള വ്യക്തി ആരാണ്? കറ കൂടാതെ ജീവിക്കുന്നവൻ, ഹൃദയത്തിൽ സത്യം പറയുന്നവൻ, നാവ് കൊണ്ട് വഞ്ചിക്കാത്തവൻ, സഹോദരനെതിരെ തിന്മ ചെയ്യാത്തവൻ. ഇങ്ങനെ ഒരു ലിസ്റ്റ് 15-ാം സങ്കീർത്തനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് നിഷ്കളങ്കനായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അതുപോലെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ ജോബ് ഇങ്ങനെ ഈ 4 ഗുണങ്ങളും തികഞ്ഞ വ്യക്തിയായിരുന്നു. ആ ജോബിനെയാണ് ദൈവം സാത്താനാൽ പരീക്ഷിക്കുവാനായിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ ജോബ് സഹനങ്ങളൊക്കെ പിശാച് അനുവദിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അതെല്ലാം ക്ഷമയോടുകൂടി സ്വീകരിക്കുകയാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജോബ് ഈ സഹനങ്ങളെല്ലാം സമചിത്തതയോടുകൂടി സ്വീകരിക്കുകയാണ്. അപ്പോൾ ജോബിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു, കന്നുകാലികൾ നഷ്ടപ്പെടുന്നു, വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്നു, എന്നാ പറയാ കഷ്ടങ്ങളും നഷ്ടങ്ങളുമെല്ലാം ജോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ ശാരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. രോഗം വന്ന് ചർമ്മം അഴുകി തുടങ്ങുന്നു, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ പീഡകൾ, പാണ്ടുകളൊക്കെ വന്ന് ഇങ്ങനെ ഒത്തിരി വിഷമതകളിലൂടെ ജോബ് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ് ഭാര്യമെന്ന് പറയുന്നത് എന്താണ്? ഭാര്യമെന്ന് ജോബിനോട് പറയുകയാണ്. ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, അല്ലെ? ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത് പ്രകാരമാണ്. അപ്പോൾ അവന്റെ ഭാര്യ അവനോട് പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുക. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഈ കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഒരു പാപവും ചെയ്യാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ജോബിന് സാധിച്ചു. അപ്പോൾ ഈ സഹനങ്ങളെല്ലാം ദൈവത്തോട് വിശ്വസ്തത പുലർത്താനായിട്ട് ജോബിനെ പഠിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുക. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് വിശ്വസ്തത പുലർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? അച്ഛനറിയാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, കച്ചവടമൊക്കെ പൊട്ടിപ്പോകുന്നവരുണ്ട്, ബിസിനസ് പരാജയപ്പെട്ടു പോകുന്നവരുണ്ട്, അല്ലെ? മുടക്കിയ മുതൽ പോലും കിട്ടാതെ 8 നിലയിൽ ബിസിനസ് പൊട്ടിയവരെ അച്ഛനറിയാം. അപ്പൊ സഹനങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഇനി പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിച്ച് ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കൾ പ്രാർത്ഥിച്ച്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളാണല്ലോ. ഇനി പള്ളിയില്ല, പട്ടക്കാരില്ല, കുർബാനയില്ല, കൂദാശിയില്ല, ഗൃഹപ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം ഒഴിവാക്കുന്നവരെ അച്ഛൻ അറിയാം. സഹനങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.